എസ്എഫിന്റെ പ്രവർത്തകരും SYSന്റെ പ്രവർത്തകരും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരും നല്ല ഉന്മേഷത്തോടെ ആവേശത്തോടെ നല്ല ക്ഷമയോടെ സഹനത്തോടെ പടച്ചവന്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ച് നാടുകളിൽ സമാധാനം വിതരണം ചെയ്യണം. സാന്ത്വന പ്രവർത്തനം കൊണ്ട് നിറക്കണം. പാവപ്പെട്ടവരെ സഹായിക്കണം. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ അതിലൊക്കെ മുൻപന്തിയിലുണ്ടാകണം. കൃത്യമായി 5 വഖ്ത് നിസ്കരിക്കണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സലാത്ത് ചൊല്ലണം. അല്ലാഹു നമ്മെ പടച്ചത് വെറുതെ ഇവിടെ കളിച്ച് ജീവിക്കാനല്ല, റബ്ബിനെ ഇബാദത്ത് എടുക്കാനാണ്. നമ്മുടെ സമയങ്ങളെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. ആയുസ് എവിടെയാ നശിപ്പിച്ചതെന്ന് പ്രത്യേകം ചോദ്യമുണ്ട്. യുവത്വം എങ്ങനെ കഴിച്ചു കളഞ്ഞു എന്നതിനെ കുറിച്ച് ചോദ്യമുണ്ട്. സമ്പത്ത് എങ്ങനെയാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് വിനിയോഗിച്ചത്, വരവ് ചെലവിന്റെ കണക്കിനെ കുറിച്ച് റബ്ബിന്റെ അടുക്കൽ ചോദ്യമുണ്ട്. അറിവിനെ കുറിച്ച് ചോദ്യമുണ്ട്. പഠിച്ചതനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദ്യമുണ്ട്. ആലിമീങ്ങൾ എപ്പോഴും ജനങ്ങളെ യോജിപ്പിക്കാനും ജനങ്ങളെ ഐക്യത്തിലാക്കാനും വേണ്ടിയാണ് സംസാരിക്കേണ്ടത്, അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആലിമീങ്ങളെയും എല്ലാ മുഅ്മിനീങ്ങളെയും നീ ഒരു കൊടിക്കീഴിലായി ഐക്യത്തിലാക്കി ശക്തിപ്പെടുത്തണേ അല്ലാഹ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായി നിങ്ങളോട് വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്.